വഴക്കും പ്രശ്നമാണ്, ഞാൻ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ നാളെ കേസ് കൊടുത്തല്ലോടി എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് കൊടുത്തവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇവർ. അപ്പോൾ കേസ് കൊടുത്ത ചേച്ചി കേസ് കൊടുത്തു ചേച്ചി, അത് ആരാണ്ട് അവനെ ഇറക്കിക്കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെയൊക്കെ ഓർമ്മ ഞാൻ പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നെന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി അകന്ന റിലേഷൻ, ആനിമൂട്ടിൽ നിന്നൊരു വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇവരുമായിട്ട് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി എന്നാ ചെയ്യണേ, ഇവന് ഇതുപോലെ മദ്യപിച്ച ഞാൻ അവനോട് സംസാരിക്കാം, ഞാൻ അവനോട് ഞാൻ സംസാരിക്കാം, നീ എന്നാ ചെയ്യണ വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്, നീ ഒരു കാര്യം ചെയ്യുക, ഇവൻ്റെ ഇത് കൊണ്ട് ഇവിടെ കിടക്കാതെ നീ കൊച്ചേ വല്ല തുണിക്കടയിലോ അല്ല ഒന്നുമില്ല, തൊഴിലുറപ്പെങ്കിലും ഇല്ല മക്കളെ, അങ്ങനെ ഇറങ്ങിപ്പോയി എന്തിനെങ്കിലും പോയി ചേച്ചി എന്നെ വീട്ടിയല്ലേ ചേച്ചി. അപ്പം ഞാൻ കുടുംബശ്രീയിലുള്ളൊരു കൊച്ചു എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാൻ ഇവളോട് ഇങ്ങനെ പറയുമ്പോൾ അതിനാ ശരി അന്നേരം ഇവളെന്നോട് പറഞ്ഞു വിധിയല്ലേ ചേച്ചി. ഞാൻ പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ എന്നാടി പറയണ വെച്ചാൽ നീ ഇപ്പോൾ എന്നാ ചെയ്യണേ ഇനിയിപ്പം എന്നും പറഞ്ഞ് അന്ന് ഞങ്ങളിങ്ങ് പോന്നു. പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവള് അതിനെ 2-3 ദിവസം കഴിഞ്ഞ് അന്ന് മരിക്കണേൻ്റെ അന്ന് ഇവിടെ എന്നോട് പറഞ്ഞു, ചേച്ചി ഇതിനിവിടെ ഭയങ്കര വിഷയമാട്ടോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു കൊച്ചൊരു കാര്യം ചെയ്യുക, നമുക്ക് സംസാരിക്കാം, ഞാൻ ഇവനോട് പിറ്റേ ദിവസം ആട്ടെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം അവളോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരിക്കലും മരിക്കുകയല്ല ചേച്ചി, എന്നാന്ന് പറഞ്ഞാലും എനിക്ക് കൊച്ചിനെ വളർത്തണം എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞുമോളെ നീ അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും, നമുക്ക് പറഞ്ഞ് നമുക്ക് തിരുത്താം എന്ന് പറയും. പക്ഷെ നമ്മൾ ആരാണേലും അങ്ങനെയല്ലേ പറയുള്ളൂ. ഒരാൾ ഓടി വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇത് ചെയ്യാം, പോലീസിൽ കംപ്ലയിൻറ്റ് ഇവർ ഓൾറെഡി കൊടുത്ത അന്ന് തന്നെ ആ കൊച്ചിനെ ഒത്തിരി ഇവന് ഉപദ്രവിച്ചെന്ന് എന്നോട് പറഞ്ഞു. കൊടുത്തേ അന്ന് പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിടാൻ തിരിച്ചു പോയി. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീട്ടിൽ കിടന്ന ബഹളമായിരുന്നു, ഉപദ്രവമാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലേക്ക് കാണിച്ചു തന്നു, കയ്യിൽ അവൻ കടിച്ച പാടും തോളിൽ ഒരുപാട്, അങ്ങനെ 2 പാടം എന്നെ കാണിച്ചു തന്നെ കൊച്ചു. തോളയിലും കടിച്ചാന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഈ 2 പാടം എന്നെ കാണിച്ചു തന്നോളൂ, വേറെ പാടുകളൊക്കെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അല്ലല്ല, ഗ്രാമസഭയുടെ അന്ന് മരിക്കണേ അന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. അല്ല മരിക്കണേൻ്റെ അന്ന് ഇങ്ങനെ ഇപ്പം ബഹളമാണെന്ന് പറഞ്ഞു. അതിന് നീ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഒന്നും മിണ്ടണ്ട, നാളെ രാവിലെ നമുക്ക് സംസാരിക്കാമെന്ന് ആ ചേച്ചി എന്ന് വിളി പറഞ്ഞോളൂ. എന്നാ പറഞ്ഞില്ല ആ ചേച്ചി എന്ന് പറഞ്ഞു. നമ്മളാരെങ്കിലും അറിയുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവർ എന്നെ താഴേന്ന് ആ ചേച്ചി വിളിച്ച് പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു സംഭവം പറ്റിയില്ലോടി എന്നാടി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതിനെ എന്നാൽ കൊച്ചങ്ങനെ ചെയ്യുമല്ലോ, ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചാൽ അന്നേരം പറഞ്ഞു എനിക്കറിയാൻ പാടില്ല, മക്കളെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്, നീ വാന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് അന്നേരത്തേനും പോലീസുകാർ ഇവനെ തെറ്റി ഇവിടെ വന്നായിരുന്നു. അപ്പോൾ പോലീസുകാർ എന്ന് പറഞ്ഞു മെമ്പറെ എന്നാ ചെയ്യണേ, വരുവാണോ മെമ്പർ വാ. ഞാൻ പറഞ്ഞു അന്നൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അപ്പം തന്നെ ഇവരുടെ വണ്ടിയെ കയറാൻ വേണ്ടിയും കയറിയില്ല, വേറെ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ ചെന്നു. കഴിഞ്ഞപ്പോഴും ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു മോളെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി, എൻ്റെ പൊന്നു ചേച്ചി ഒന്നും പറയണ്ട, സംഭവിച്ചു എന്നിത്രേ അവൾ എന്നോട് പറഞ്ഞോളൂ. പക്ഷേ അത് കഴിഞ്ഞാണ് അറിയുന്നത് ഇവരുടെ മൊഴിയാണ് അറിയുന്നത് ഇവൻ ഒഴിച്ചു കൊടുത്ത് ആ കൊച്ചു കുടിക്കേണ്ട സാഹചര്യം വന്നതെന്ന്. പക്ഷേ ഞാനും വിശ്വസിക്കുന്നില്ല അവൾ തന്നെ ഇത് ചെയ്യുമെന്ന്. കാരണം നമ്മളോടൊരാൾ ഇപ്പം നിങ്ങൾ തന്നെ എന്നോടൊരു ദുഃഖം പറയുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തോടെ കൂടിയല്ല കൊച്ചു വർത്തമാനം പറഞ്ഞത്. കാരണം എൻ്റെ മനസ്സിലും ഞാൻ തീർത്ത് പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇവൻ ഒഴിച്ചു കൊടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ കൊച്ചു സ്വയം അത് ചെയ്യില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഒത്തിരി പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഈ കാലം മദ്യപാനം നമ്മുടെ ഈ സമൂഹത്തിലെ ആണുങ്ങൾ അറിയേണ്ടത്, വീട്ടിൽ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന് ഏക കാരണം ഈ മദ്യപാനം. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ താഴെ അവരുടെ വീട്, ആ വീട്ടിൽ നിന്ന് ഇന്ന് വരെ ഒരൊച്ച പുറത്ത് കേട്ടിട്ടില്ല. 2 പേരും നേരം വെളുത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാലത്തും രാവിലെ പള്ളിയിൽ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും ഇവർ 3 പേരും കൊച്ചും ഇവരുമൊക്കെ ബൈക്കിൽ കയറി നല്ല മിടുക്കനായിട്ടാണ് ഇതുങ്ങൾ പോയിക്കൊണ്ട് നടക്കാൻ നമ്മൾ കാണുന്നത്. അന്നൊന്നും ഇവിടുന്ന് ഒരു സൗണ്ടോ ഒച്ച ബഹളോ എന്നാൽ ഈ കൊച്ച് വാ തുറന്ന് ഇവിടെ ഇതാ സംഭവം എന്ന് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടുമില്ല. എന്നോട് ആദ്യം പറയുന്നത് എൻ്റെ ഗ്രാമസഭയുടെ അന്ന് ഇരുവർളി. കൊച്ചിന്നും വരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ കിടന്നിങ്ങനെ ആ കൊച്ച് ആരോടും അങ്ങനെ കുറ്റം പറഞ്ഞൊന്നും അടക്കിയല്ല. കൊച്ച് ഇന്നും വരെ ആരോടും പറഞ്ഞിട്ടില്ല ആ കൊച്ചിങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന്, ആ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നോ ഒരു കാര്യം പറയുന്നത്. അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത അമ്മണി ചേച്ചിയോട് 6 മാസമായിട്ട് സ്വന്തം അമ്മയും മകളും പോലെ ജീവിച്ച ആ കൊച്ചു വാ തുറന്നിങ്ങനെ ഈ കുടുംബത്തിൽ ഇത്രയും പീഡനമാണെന്നൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അവരോട്. ആ ചേച്ചി അതാ എന്നോട് പറയണത്. മജിസ്ട്രേറ്റിന് മുമ്പിലും പോലീസിന് മുമ്പിലും തുറന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ അത് ആ കൊച്ചു സംസാരിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞിരിക്കുന്നത് മജിസ്ട്രേറ്റിൻ്റെ മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നതാണ്. പോലീസുകാരോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവൻ വാ കുത്തി പിടിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവള് കഴിക്കില്ല എന്ന് 100% എൻ്റെ മനസ്സിൽ വന്നത് ആ കൊച്ചതുപോലെ ഞാൻ കഴിക്കും, ഞാൻ മരണത്തിലേക്ക് പോകുമെന്ന രീതിയിൽ എന്നോട് അവൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ അവൾ കഴിക്കില്ല എന്ന് എൻ്റെ മനസ്സ് 100% പറയുന്നു. കാരണം കഴിക്കാൻ പാകത്തിൽ
ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നല്ല അവൾ എന്നോട് വർത്തമാനം പറഞ്ഞത്. അവക്കടെ ആ മനസ്സിൻ്റെ വിഷമം കണ്ടു പറഞ്ഞു. പിന്നെ അവൾക്കൊരു ധാരണ മനസ്സിൽ പോയിട്ടെന്ന് പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അടുത്ത ബഹളം വീട്ടിലുണ്ടാക്കുമോ, ആ ഒരു പേടിയും കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഈ കൊച്ചിതിന് മുമ്പ് എന്നോടൊന്നും പറയാതിരുന്നത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വഴക്കുണ്ടാകുമെന്നൊരു അതൊരു ഭയമുണ്ട്. പക്ഷെ അതുണ്ടല്ലോ, ഈ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഞാൻ എന്നിട്ട് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഞങ്ങളുടെ ഗ്രാമസഭയിൽ വന്നപ്പോൾ ഞാൻ അവരുടെ കൈ കൂപ്പി ആ പെണ്ണുങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, അവരുടെ കുടുംബശ്രീ എല്ലാവരെയും കേൾക്കാൻ ഞാൻ ഈ പെണ്ണ് പറഞ്ഞതും പറഞ്ഞു. ഈ കുടുംബശ്രീ നമ്മളൊരു കുടുംബശ്രീയിൽ അവരുടെ എല്ലാ അംഗങ്ങൾക്കും ഇവരുടെ കാര്യങ്ങൾ പലരോടായിട്ട് ഈ പെൺകൊച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം കേട്ടു. കാരണം എന്നാന്ന് വെച്ചാൽ ഒട്ടുമിക്കവാറും പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കിടന്ന് അടിയിടിയിലും കഥ പറയാനേ നേരമുള്ളൂ. തമാശ പറഞ്ഞാൽ ഈ മദ്യപാനമാണ് ഈ പറയുന്നത് മൊത്തം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെള്ള പേപ്പറിൽ എഴുതി, നമുക്ക് ജാഗ്രതാ സമിതിയുണ്ട്. ജാഗ്രതാ സമിതി പോലീസ് സഹിതമുള്ള സമിതിയാണ് പഞ്ചായത്തിൻ്റെ ഉള്ളത്. നിങ്ങൾക്ക് രേഖാമൂലം ഒരു പരാതി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പാടില്ലേ? അല്ലേ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇന്നും നമ്മൾ പെണ്ണുങ്ങൾ നമ്മളെ എന്നാന്ന് പറഞ്ഞാൽ സ്ത്രീ ശക്തീകരണം വിളിച്ചു കൂടിയിട്ട് കാര്യമില്ല. നമ്മൾ അതിന് ആക്റ്റീവ് ആകണം. പിന്നെ എന്തിനാ ഈ കുടുംബശ്രീ? നമുക്ക് ഓരോരുത്തരും നമുക്കതിന് ശക്തി കിട്ടണം. നമുക്ക് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെ പോയാലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മളത് ആർജിക്കണം. അതിന് മനസ്സ് നമ്മൾ ശക്തരാക്കണം. നമ്മളൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ അത് എന്തൂരി പല പ്രാവശ്യം ഞാൻ കുടുംബശ്രീയിൽ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണേ. ഈ ജാഗ്രതാ സമിതിയുടെ അംഗങ്ങൾ ആ കുടുംബശ്രീയിലെ ഒട്ടുമിക്കമാറും ആൾക്കാർ. അപ്പം ഓരോ സംഘത്തിൽ നിന്നും ഓരോരുത്തർ വിധമുണ്ട് നമുക്കുണ്ട്. എന്തെങ്കിലും അടിസ്ഥാന ഓൾ ഇന്ത്യമാർ 5 പേരുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയിക്കുക, പറയുക. ഇതൊക്കെ പറച്ചിൽ നടക്കും, പ്രാവർത്തിയിൽ ആരും ആക്കിയല്ല. എന്തെങ്കിലും വിഷയം വരുമ്പോൾ അയ്യോ മെമ്പർ അറിഞ്ഞു ഒന്നും ചെയ്തില്ല, അല്ല അവരറിഞ്ഞു ഒന്നും ചെയ്തില്ല. പക്ഷെ അങ്ങനെ പറയരുത്. നമ്മൾ ഈ വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം ചേച്ചി കാണാനായിട്ട് പോയിരുന്നോ? മഞ്ഞൾ ആശുപത്രി പോയായിരുന്നു. അന്നേരമൊക്കെ സംസാരിച്ചായിരുന്നു. അവൾ നല്ല ഇത് പറ്റിപ്പോയി ചേച്ചി എന്നാണ് എന്നോട് പറഞ്ഞത്. അവൾ എന്നാ സംഭവിച്ചതെന്ന് എന്നോട് പറഞ്ഞില്ല. കരഞ്ഞു, എന്നെ കണ്ടപ്പോൾ ഒത്തിരി കരഞ്ഞു. കരച്ചിൽ കാരണം അവൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പോലീസുകാരുടെ കൂടെ കയറിപ്പോയത്. അപ്പം ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പം എന്നോട് കഴിഞ്ഞപ്പം മെമ്പറെ മാറി നിൽക്കാവോ, ഞങ്ങളൊന്ന് മൊഴി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവരുടെ മൊഴി എൻ്റെ കണ്ടിയല്ല എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അവരെടുത്തത്. അപ്പം ഞാനിങ്ങ് മാറിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം ആശുപത്രിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് അന്നേരം ഒന്നും കാണാൻ പറ്റിയില്ല. ഔഷധയിലേക്ക് പോവായിരുന്നു. അന്നേരം ഒന്നും എന്നെ കാണിച്ചില്ല, കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മരിച്ചെന്നറിഞ്ഞു. അന്നേരം ഞാൻ പോയില്ല കേട്ടോ. മരിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നില്ല. ഇല്ലായിരുന്നു ഒരു മനുഷ്യനെ. പക്ഷെ അവള് മരിക്കൂന്ന് ഒട്ടും ഒരു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. 29-ാം തീയതി കഴിച്ചു, 3-ാം തീയതി മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അന്ന് പിന്നെ ഞാൻ ചെല്ലണമല്ലോ. ഞാൻ രാവിലെ മുതൽ അവളെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ടൈം വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടക്കിൻ്റെ ഒന്നും പോയി വെച്ച് പോന്നു. കൊച്ചൊക്കെ വളരെ വിഷമത്തിലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കൊച്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ആ എന്നാ പറയുന്ന അമ്മയുടെ മുഖത്ത് നോക്കി ആ കരച്ചിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞിൻ്റെ വേദന. ഈ കഴിച്ച സമയത്ത് കൊച്ചവിടെ ഉണ്ടായിരുന്നു. അവിടെ കൊച്ചിന് 8-ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് ഈ ആരോഗ്യമുള്ളതിൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ, പിന്നെ ഈ കൊച്ചിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടിക്കളയാൻ ചെല്ലുമോ എന്തെങ്കിലും ചെയ്ത് ഇവിടെ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ആ കൊച്ച് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇങ്ങനെ ഒരു അമ്മേനെ എന്തെങ്കിലും വെച്ച് ചെയ്യുമ്പോൾ ആ കൊച്ചിനൊന്നും ചെയ്യാം. ആ സാഹചര്യത്തിൽ നമുക്ക് എന്നാ ചെയ്യാം, അവനെ എന്നാ ചെയ്യുന്നത്? അല്ലെ ഇവരുടെ വീട്ടിൽ ഈ കൊച്ച് എന്തെങ്കിലും തടസ്സം തന്നെ ഈ കൊച്ചെന്താ കൊച്ചിനെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ? ഈ കൊച്ച് പേടിച്ച് വല്ലയിടത്ത് മാറിയിരിക്കുവായിരുന്നോ? ഒന്നും അറിയാൻ പറ്റില്ല. ഒരു പാവം കൊച്ച്. അതിനെ കണ്ടാൽ നമുക്ക് ഒത്തിരി പാവം തോന്നും. അതിനെ ഈ ഒരു മോളേ ഉള്ളോ? ഒരു മോളേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പക്ഷെ ഒത്തിരി എൻ്റെ മനസ്സിന് ഒത്തിരി വേദന. കാരണം പെൺപിള്ളേർ ഇങ്ങനെ എന്തുകൊണ്ടായി എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ മനസ്സിൽ പിന്നെയും ബാക്കി കിടക്കുന്നത്. ഈ ജോർലിയുടെ മരണം എന്താണെങ്കിലും സങ്കടങ്ങളാണ് ചേച്ചി. കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കണം. ഈ ഷൈനിയുടെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇത് തന്നെ ഷൈനിയുടെ വിഷയം. ഈ ഷൈനി ട്രെയിനിൻ്റെ മുമ്പിൽ 2 കുട്ടികളുമായിട്ട് പോയി മരിക്കാൻ സെയിം ഒരു വ്യത്യാസമില്ല സംഭവം. ഇതുപോലെ ഗാർഹിക പീഡനമാണ് ഈ ഷൈനി അനുഭവിച്ചത്. അതേന്നെ, ഈ മദ്യം എന്ന് പറഞ്ഞൊരു പിശാചുണ്ടല്ലോ, സങ്കല്പിക്കാൻ പോലും. അത് കഴിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത് പ്രവർത്തിക്കുന്നതെന്ന് ആ ഒരു വ്യക്തിക്ക്. ഇവ മദ്യത്തിൻ്റെ കൂടെ ഇനി ഈ വായിക്കാത്തൊരു സൂത്രം വയ്ക്കണില്ല, എന്നാ അതിൻ്റെ പേര് ഹാൻസ്. അത് ഉപയോഗിക്കുന്നവനാ. ഈ മദ്യം ഈ ഹാൻസും കൂടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വ്യക്തി എന്തായി തീരും എന്നാലോചിച്ച് നോക്കുക.
ഷൈനിയുടെ കുടുംബ പ്രശ്നത്തിലും ഈ മദ്യമാണ് കാരണക്കാരൻ. അതെ അവിടെ ഈ മദ്യവും അതുപോലെ തന്നെ ഈ മദ്യ സർക്കാരങ്ങളൊക്കെ ആയിരുന്നു വിഷയങ്ങൾ വന്നത്. അതന്നെ അത് തന്നെ. ഇത് ഇവന് എന്നാ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുകയില്ല ഇവൻ ഇതുപോലെ വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണവനായിരുന്നു എന്ന്. പക്ഷേ ഇവളുടെ ഈ പ്രശ്നം ഇത് പുറത്തു പോയേ പിന്നെയാണ് പലരും അറിയുന്നത് ഇതിങ്ങനെ ഒരു വിഷയമാണ്. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴാണ് കുടുംബശ്രീ പെണ്ണുങ്ങൾ പറയണത് ഞങ്ങളോട് കുറച്ച് പല കാര്യങ്ങളും പറയുമായിരുന്നു. അന്നേരം ഞാൻ അവരെ എടുത്തിട്ട് തുടങ്ങി ഞാൻ. കാരണം നമുക്ക് ഓരോരുത്തരും നമ്മളെന്തിനാ നിങ്ങൾ ഈ നിങ്ങൾക്ക് നാണമില്ല ഈ പൈസ പിരിക്കാനും ലോൺ അടയ്ക്കാനും വേണ്ടി മാത്രം കുടുംബശ്രീ കൂടുന്നതെന്ന് ഞാൻ ചോദിച്ചു. ആള് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ഇന്നുള്ളവരെ ഇന്ന് കണ്ടു വർത്താനം പറയുന്നവര് നാളെ ഇല്ല, ഈ ലോകത്തില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ്. അല്ല എന്നെ ഈ നമ്മൾ എന്തേലും കുടുംബശ്രീ കൂടിയാലും എന്തെല്ലാം ഇടപാടുകൾ നടത്തിയാലും എന്തെല്ലാം പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആള് മിസ്സായി കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു വാക്ക് പറയാൻ പറ്റി അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവന്മാരുടെ കൂടി നിൽക്കുകയല്ല. അത് വേറൊരു വശം. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ആ കൊച്ചു സ്വയം ആ കൊച്ചിന് ഒരു പ്രാപ്തിയില്ല. ഒരു കടയിൽ പോയി ഒരു വിഷം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് കുടിക്കാനുള്ള ഒരു ഇതില്ലാത്തൊരു കൊച്ച. ഒരു പാവം കൊച്ച. അത് ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. അത് ഇവൻ തന്നെ പോയി വിഷം മേടിച്ചു. ചേച്ചി പറഞ്ഞ പോലെ അവന്റെ കൂടെ ജീവിക്കാൻ പറ്റിയ അല്ലെങ്കിൽ മോളെയും കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും ഒരു തൊഴില് എവിടെയെങ്കിലും. ഇത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ടിയിരിക്കുന്നത്? നമ്മൾ നന്നായിരിക്കണം. നമ്മുടെ കാരണം സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ജീവിച്ചാൽ ഒരു കടയിൽ ചെന്ന് നിന്ന് ഇന്ന് കിട്ടുമോ പൈസ? നിങ്ങൾ തന്നെ പറ. നമുക്കൊരു അന്തി ഉറങ്ങാനായിട്ട്. ഷൈനി മരിക്കാൻ നേരത്ത് ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആ കൊച്ചിനെ ഏറ്റെടുത്തേ, 2 പിള്ളേരെ ഞങ്ങൾ വളർത്തേനെ, ഷൈനിക്ക് ഞങ്ങൾ ജോലി മേടിച്ചു കൊടുത്തു. അതൊക്കെ വെറുതെ ആൾക്കാർ പറയണതാ. അങ്ങനെയൊക്കെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പറയാം. മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, എനിക്ക് ഇന്ന് 1000 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ ഒരുത്തനോട് ചോദിച്ചു. അവൻ 1000 രൂപ തന്നു. 2 ദിവസം കഴിയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തി എന്നോട് എൻ്റെ ഗതികോടും കൊണ്ടായിരിക്കും ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാത്തത്. പക്ഷേ ആ വ്യക്തി അത് വേണ്ടാന്ന് വെക്കുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ അവരെന്നെയൊക്കെ പറഞ്ഞേനെ. സമൂഹം ഒന്നും ചെയ്യല്ല. അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ് നമുക്ക്. അതൊക്കെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പലരും പല അഭിപ്രായവും പറയും. പക്ഷെ അവരുടെ ആ ഗതികേടാണത്. ആലോചിക്കാവോ? നമ്മൾ പലരുടെയും മുമ്പിൽ കൈനീട്ടി നമുക്ക് ജീവിക്കാനൊരു എന്നാ പറയണേ, നമുക്ക് ജീവിക്കാൻ ഒരു ഇതില്ലാത്ത ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ കൊച്ച് അവൾ സ്വയം ചെയ്തതല്ല എന്നാ പറഞ്ഞാലും ആയിരിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നമുക്കൊരു വിടുതലുണ്ടാകാനായിട്ട് എന്നെ എനിക്ക് പോകുമ്പോഴുള്ളൂ. ഗ്രാമസഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാ അവതരിപ്പിച്ചിട്ടും നമ്മുടെ ഈ സമൂഹത്തിന് ഞാൻ തന്നെ തീരുമാനിക്കണം എനിക്ക് നന്നാവണമെന്ന്. പക്ഷേ എന്തോരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തോരം അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കേണ്ട ആൾക്കാർ ഒരിക്കലും വരികയില്ല. മനസ്സിലായോ? നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഓരോ ഇതെടുക്കുമ്പോഴും അങ്ങനെയുള്ളൊരു വീട്ടിൽ കുട്ടിയില്ല. എന്നും ഓരോന്നിന് വിളിക്കുമ്പോൾ വന്ന ആൾക്കാർ മാത്രമേ എന്നും വന്ന് കേട്ടേച്ച് വരും. ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോവാം. പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ പ്രസംഗം പറയുക. കെട്ടിയവന്മാർ മിക്കവാറും പള്ളിയിൽ പോരുകയല്ല. അവന്മാർ വീട്ടിലിരിക്കുക. നമ്മളെന്നും കേട്ടേച്ച് വരും. നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കുമോ? ഇവർ കേൾക്കുന്നുണ്ടോ? അച്ഛന്മാർ നല്ല കാര്യങ്ങളായിരിക്കും പറഞ്ഞു തന്നെ. ആരെങ്കിലും അംഗീകരിക്കുന്ന? ഒരിക്കലും ഇല്ലാതെ. ഇത് എന്ന് വിടുതൽ വരാനാ? ഇതിന്ന് എന്നാ ക്ലാസ് കൊടുത്താൽ വിടുതൽ വരുമെന്ന് ഈ പറയണേ? എനിക്ക് തോന്നണില്ല ഒരു തരത്തിൽ ഇതിനൊരു മോചനം കിട്ടുമെന്ന്. ഇതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എത്രയോ മാന്യന്മാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ ഉള്ളുകളികൾ നമ്മൾ അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന വേദന അവർ അറിയുന്നുണ്ടോ? ഇതിനെന്നാ മോചനം? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ കൊച്ചു മരിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ട് എനിക്ക് ഒത്തിരി വേദനയുണ്ട്. തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. അവക്കോ 36 വയസ്സ്. ഞാൻ എൻ്റെ മുമ്പിൽ ചോദിക്കുന്നു, എൻ്റെ ഈശോയെ ഇതിന് എന്നാ ഒരു വഴി, എന്തിനിങ്ങനെ ഇനിയും ഒരു പെൺകൊച്ചങ്ങൾ ഇനിയും ഒരാർക്കും ഇതൊരു വരുത്തല്ലേ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് ആർക്കും ഇടവരുത്തല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രം. ആരെങ്കിലും എന്തെങ്കിലും വഴക്കാന്ന് കേൾക്കണത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ വേറെ ഒരു സംഭവം വന്നൊരു കൊച്ചു വീട്ടിൽ ഭയങ്കര വഴക്കാന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇടപെടാൻ പറ്റുമെങ്കിൽ ഇടപെടാൻ. കൊച്ചിനോട് ഒന്നില്ല അതിൻ്റെ വീട്ടിൽ പോകാൻ പറ, അല്ലെ അതിനെ എവിടെയെങ്കിലും കൊണ്ടുവിടാനുള്ള വഴി എന്തെങ്കിലും നോക്കാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. പക്ഷേ ആരും മുന്നോട്ട് ഇറങ്ങിയല്ലെന്ന്. ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ആർക്കും അവർ പറയുന്നത് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ബാധ്യതയാവുമെന്നും പറഞ്ഞുകൊണ്ട് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ഇവൻ്റെ കുടുംബ പ്രശ്നം കാരണം സ്റ്റേഷനിൽ ഒപ്പിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എത്ര ദിവസം ഒപ്പിടിപ്പിച്ചെന്നല്ലോ അറിയാവോ? എത്ര ദിവസമായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഒരു 8-10 ദിവസം കഴിഞ്ഞ് 8 കാണുമായിരിക്കണം. ഒരു പക്ഷേ ആരോ ചെന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. അത് ഒപ്പിടയിൽ നിർത്തി എന്നാണ് പറഞ്ഞത്. അത് ആരാ എന്ന് എല്ലാം ഈ പറയുന്ന പല ആൾക്കാരുടെയും ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ വിചാരം എന്നാണെന്നറിയാവോ? ഞാൻ ചെന്ന് അവനെ ഇറക്കിക്കൊണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ചെയ്യാലാത്തൊരു പ്രവൃത്തിയാണ്. കാരണം
എനിക്ക് ഒരു പിന്നെ മദ്യപിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണത്തില്ല. എൻ്റെ കെട്ടിയവനും കുടിക്കുന്നതാണ് കേട്ടോ. അത് എന്ന് വെച്ചാൽ ലിമിറ്റ് ഉണ്ട് അതിന്. പൂസാവണ പോലെ കുടിക്കുകയില്ല. കുടിച്ചെന്നും പറഞ്ഞ് എന്നോട് ഒരു ചീത്ത വർത്താനോ അല്ല വേറെ ഒരു രീതിയിൽ എന്നോടൊന്നും പറയാം. അവരവരുടെ ആവശ്യത്തിന് എന്തെങ്കിലും കഴിച്ചനങ്ങാതിരിക്കും. പക്ഷേ ഒച്ച എടുക്കുന്നതും ബഹളം എടുക്കുന്നതും പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുന്ന അടി പിടിക്കുന്നതും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി ഒപ്പിടാൻ ചെല്ലുമ്പോൾ അവനെ ഒപ്പിടിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയാന. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ പറയുമല്ല. ഞാൻ ഇന്നും നമ്മുടെ കുടുംബത്തിലെ ഒരാൾ, ഞങ്ങൾക്ക് ഒത്തിരി അകലം തലമുറകൾ മറിഞ്ഞൊരു ബന്ധമാണ് ഇവർ തമ്മിൽ. പക്ഷേ ഇന്ന് വരെ അവന് അനുകൂലമായ ഒരു മറുപടി എൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല. കാരണം ഇവൻ തെറ്റ് ചെയ്തവനാ. അവന് എത്ര ശിക്ഷ കിട്ടണോ അത്രയും ശിക്ഷ കിട്ടണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അവനെ മോചിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് ആര് പോവാതിരിക്കും, അത് എൻ്റെ വിഷയം. ആദ്യമേ തന്നെ അങ്ങനെ മോചനം നടന്നല്ലോ. ആ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് അവരോട് അവരുടെ അപ്പന് സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അപ്പനും അമ്മയ്ക്കും അവർ മക്കളാണല്ലോ. തറവാട് എവിടെയായിട്ടാ? അവിടെ നിന്ന് കുറച്ചകത്തേക്ക് അതാ അവിടെ അപ്പനും അമ്മയുണ്ടോ വീട്ടിലെ? അവിടെ കാണണം. അതെല്ലേ, ആരോഗ്യമുള്ളവരാണോ അപ്പനും അമ്മയും? ആരോഗ്യം അതെല്ലേ. അമ്മയും അപ്പനൊക്കെ എന്നാ പറയുന്നു? ഒരു പിടിയില്ല. അവരെ പറ്റി അവരെ കേൾക്കാനും ഞാൻ പോയില്ല. കാരണം എനിക്ക് അവരുമായിട്ട് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയാ ഇറങ്ങി പോയെന്ന് കേട്ടു. അതെ, ഒച്ചപ്പാടും വെള്ളമൊക്കെ കേട്ടു. അപ്പനും പറഞ്ഞു ഇറങ്ങി പൊക്കാൻ മോനെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അപ്പനും മകനും കൂടെ ഭയങ്കര വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിയത്. കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ അപ്പനും അമ്മയും ഇടപെട്ടാനെ. കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കുകയില്ലായിരുന്നായിരിക്കും. അപ്പം അതിന് സൗകര്യത്തിന് ഇപ്പം തന്നെ പോയി താമസിച്ചു. ഇവൻ കൂട്ടിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് പോയി, സൗകര്യമായി. അല്ലെങ്കിൽ പ്രായമുള്ള അപ്പനാണെങ്കിൽ വിടറാ, തിരകൻ്റെ ഒരു പടത്തിലെ പിച്ചാത്തി ആളെ ഇടറാന്ന് പറഞ്ഞുകൊണ്ട് അലറിയപ്പം. അല്ല, ഇന്നിപ്പം ഏത് ബോധമുള്ള ഏത് കൊച്ചും ആ കൊച്ചിന് എന്തുകൊണ്ടോ ഇത് തടയാൻ പറ്റിയില്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇച്ചിരി ഒരു ഏത് മനുഷ്യൻ കണ്ടാലും ഒരാൾ ഉപദ്രവിക്കണ കണ്ടാൽ നമ്മൾ അറിയാതെ ഇടപെട്ട് പോകും അല്ലേ. നമ്മൾ അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കണം. ഏത് മനുഷ്യനാണ് ഇടപെടും, മനസാക്ഷിയുള്ള പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇടപെടും. ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴേ ഇതൊന്നുമില്ല. എന്നാ പറഞ്ഞാലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് കാരണം എനിക്ക് മനസ്സും കൊണ്ട് ഒത്തിരി വിഷമിച്ച ഒരു സംഭവമായത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചൊരിക്കലും അവൾ ആ ഒരു വഴിക്ക് എനിക്ക് എൻ്റെ കൊച്ചിനെ വളർത്തണം എന്ന് ദൃഢമായി നിശ്ചയിച്ച് നടന്നൊരു പെങ്കൊച്ചാത്. അത് സ്വയം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ കണ്ണുകൊണ്ട് കാണാത്തത് അവൻ ചെയ്തെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനും പറ്റിയല്ല.